എല്ലാ കാലത്തേക്കും ലളിതമായ ജീവിതത്തിന്റെയും ഉന്നതമായ ചിന്തകളുടെയും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാത്മാഗാന്ധിയെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സ്വാതന്ത്ര്യം പോലെ പവിത്രമാണ് ശുചിത്വമെന്ന് ഗാന്ധിജി ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ലോകം ആദരിക്കുന്ന ഒരു മഹാത്മാവായി ഗാന്ധിജി മാറിയത് തന്റെ ജീവിതം തന്നെയാണ് തന്റെ സന്ദേശം എന്ന് തെളിയിച്ചതിലൂടെയാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. മാലിന്യമുക്ത നവകേരളത്തിനായി സംഘടിപ്പിക്കുന്ന ആലപ്പുഴ ജില്ലാതല ജനകീയ ക്യാമ്പയിന്റെയും ആലപ്പുഴ നഗരസഭ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിൽ നിർമ്മിച്ച ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ മേഖലയിലും നമുക്കെപ്പോഴും കാട്ടാൻ കഴിയുന്ന ഉദാത്തമായ ഒരു മാതൃകയാണ് ഗാന്ധിജി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. പോർബന്തറിലെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളിൻ്റെ മകൻ, ബാരിസ്റ്ററായ ഒരാൾ, നല്ല രീതിയിൽ അഭിഭാഷക രംഗത്ത് മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയ ഒരാൾ, ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് പഠിച്ച കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്ന് ചിത്രങ്ങളിൽ കാണുന്ന ഒരു പുതിയ ഗാന്ധിയായി മാറി. എല്ലാ കാലത്തേക്കും ലളിതമായ ജീവിതത്തിൻ്റെയും ഉന്നതമായ ചിന്തകളുടെയും ഏറ്റവും വലിയ ജീവിച്ചിരുന്ന ഒരു ഉദാഹരണത്തെ പറയാൻ ഇന്ത്യക്കും ലോകത്തിനും കഴിയുന്നത് ഗാന്ധിജിയുടെ പേരിലാണ്, ഗാന്ധിജിയെക്കുറിച്ചാണ്. അതുകൊണ്ട് ലോകം തന്നെ ഗാന്ധിജിയെ ആദരിക്കുന്നു. മാലിന്യങ്ങൾ സ്വന്തം കയ്യാള് തന്നെ എടുത്തു, ചൂലുമായി എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങി. ഇതെല്ലാം ഇറങ്ങിയ മനുഷ്യൻ സ്വാതന്ത്ര്യത്തെ പോലെ പവിത്രമാണ് ശുചിത്വം എന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ പറയാൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. വെറുതെ അല്ല ഗാന്ധിജി ശുചിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംബലായിട്ട് മാറിയത്. ഗാന്ധി ജയന്തി ദിനാചരണവും ശുചീകരണ പ്രവർത്തനങ്ങളും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിൻ്റെ വിശദീകരണം കൂടിയായിരുന്നു മന്ത്രിയുടെ പ്രസംഗം. ചടങ്ങിൽ പി ചിത്തരഞ്ജൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. മാലിന്യ നിർമ്മാർജ്ജനം ഒരു സംസ്കാരമാണെന്നും ചെറുപ്രായം തൊട്ട് കുട്ടികളിലൂടെ ആ സംസ്കാരം വളർത്തിയെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി VN വാസവൻ പറഞ്ഞു. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനത്താകെ ആരംഭിച്ച മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനമാണ് കുമരകം വള്ളാറപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നത്. കുമരകം ഗ്രാമപഞ്ചായത്തിന്റെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയുടെ മനസ്സിൽ ബാല്യത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വിഷയമായി പ്രതിഫലിപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തി അവർ ക്രമേണ മറന്ന് ബാല്യവും കൗമാരവും യൗവനവും മധ്യാഹ്നവും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴെല്ലാം സമ്പന്നമായ ഒരു സാംസ്കാരിക രൂപം വളർത്തിയെടുക്കണമെങ്കിൽ ഈ ബോധം ഇളം കുടുംബ മനസ്സിൽ ശൈശവ ദശയിൽ നിന്ന് ബാല്യത്തിലേക്ക് വരുന്നതിനുണ്ടാവും. മനുഷ്യ വിസർജനം അല്ലെ കക്കൂസ് മാലിന്യം, ആ മാലിന്യം നിർമ്മാർജ്ജനവും ചെയ്യാനുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ കുമരകം പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. അപ്പം പ്രധാനമായും മനുഷ്യ വിസർജനം കലർന്ന വെള്ളം കഴിച്ചാൽ ആ വെള്ളം കുടിക്കുക വഴി ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് A അല്ലെങ്കിൽ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം മാരകമായി ചിലപ്പോൾ മാറിത്തീരും. നമ്മുടെ മാലിന്യം ഖരമാലിന്യങ്ങളും ദ്രവമാലിന്യങ്ങളും എങ്ങനെ സംസ്കരിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ തന്നെ എങ്ങനെ സേഫ്റ്റി ടാങ്കിലെ മാലിന്യം നിർമ്മാണം ചെയ്യാം, അത് കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ച് നമുക്ക് ആ കാര്യത്തിൽ ആളുകളിൽ നല്ല ധാരണ ഉണ്ടാക്കിയെടുക്കണം. ഖരമാലിന്യവും ജൈവമാലിന്യവും സംസ്കരിക്കുന്നത് പോലെ സെപ്റ്റിക് ടാങ്ക് മാലിന്യവും സംസ്കരിക്കുന്നതിനെപ്പറ്റി ജനങ്ങളിൽ അവബോധമുണ്ടാക്കണം. മാലിന്യമുക്തം നവകേരളം പരിപാടിയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ഒന്നാമതെത്തുന്ന ഗ്രാമപഞ്ചായത്തിന് 1 ലക്ഷം രൂപയും വാർഡിന് 50,000 രൂപയും MLA ഫണ്ടിൽ നിന്ന് സമ്മാനം നൽകും. ജനകീയ ക്യാമ്പയിൻ പൂർത്തിയാക്കുന്ന 2025 മാർച്ചിൽ വിധി നിർണയം നടത്തി ഏപ്രിലിൽ തന്നെ പുരസ്കാരം വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം നേടാൻ കഴിയും വിധമാണ് ക്യാമ്പയിൻ നടക്കുന്നത്. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP വിശിഷ്ടാതിഥിയായി. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ മുഖ്യപ്രഭാഷണം നടത്തി. കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന ആവശ്യവുമായി CPI പാർട്ടി കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിക്ക് സമീപം ഒക്ടോബർ 3, 4, 5 തീയതികളിലാണ് ഒപ്പുശേഖരണം നടത്തുന്നത്. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ അഞ്ജലോസ് ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തു. 2019 ബഡ്ജറ്റിൽ
വലിയ തുക കുട്ടനാടിൻ്റെ ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കുകയുണ്ടായി. ആരോഗ്യമേഖല മാത്രമല്ല, റോഡുകൾ, പാടശേഖരങ്ങളുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ വലിയ തുക അന്നത്തെ ബഡ്ജറ്റിൽ നീക്കിവെച്ചു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇവിടെ സൂചിപ്പിച്ച സാങ്കേതികമായ പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടായി. അത് ശരിയാണ്. പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പൊതുവായി നിൽക്കുന്ന മാനദണ്ഡങ്ങളും കുട്ടനാടും തമ്മിൽ വരുമ്പോൾ അതിനകത്ത് വ്യത്യാസം ഉണ്ടാകും. അത് പലപ്പോഴും തിരുവനന്തപുരത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, മേധാവികൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിർമ്മാണ ചെലവിൽ ആ വ്യത്യാസം വരും. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് വരും. ഏതെങ്കിലും വിഷയത്തിൽ വാർത്താ പ്രാധാന്യം കിട്ടുവാൻ വേണ്ടി ഒരു സമരം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കൃത്യമായും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിന് വേണ്ടി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ആദ്യമായി ഒരു ഒപ്പുശേഖരണ പരിപാടി, അത് പരിഹരിക്കുന്നതിനാവശ്യമായ തലങ്ങളിലേക്കുള്ള വിവിധ സമ്മർദ്ദങ്ങൾ, അത് കഴിഞ്ഞാണ് മറ്റ് പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ള ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ CPI കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി M. സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K. കാർത്തികേയൻ, കുട്ടനാട് നോർത്ത് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി R. രാജേന്ദ്രകുമാർ, സൗത്ത് മണ്ഡലം കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി B. ലാലി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KV ജയപ്രകാശ്, AS അജിത്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KC മണിയപ്പൻ, AK ആനന്ദൻ, PV ചിക്കു, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ MV വിശ്വംഭരൻ, ശൈലജ അജികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്ക റെക്ടറും ഫൊറോന വികാരിയുമായ ഫാദർ ഗ്രിഗറി ഓണംകുളം നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഏവരെയും കണ്ണീരിലാഴ്ത്തി ആകസ്മികമായിട്ടായിരുന്നു അച്ഛന്റെ വേർപാട്. കഴിഞ്ഞ ഞായറാഴ്ച ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനാൽ അച്ഛനെ ചെത്തിപ്പുഴ സെന്റ് തോമസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് തലച്ചോറിൽ രക്തസ്രാവം സംഭവിച്ചതിനാൽ അച്ഛനെ ICUയിലേക്ക് മാറ്റുകയുണ്ടായി. എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരം 5:30 മരണം സംഭവിക്കുകയായിരുന്നു. അതിരമ്പുഴയിലെ പുരാതനമായ ഓണംകുളം കുടുംബാംഗമാണ് ഫാദർ ഗ്രിഗറി. സഭ ആസ്ഥാനത്തെയും ഇടവക ജനത്തെയും ഒന്നാകെ കണ്ണീരിലാഴ്ത്തി ആകസ്മികമായ ഒരു വേർപാടാണ് അച്ഛൻ്റെ നിര്യാണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. സംസ്കാര ശുശ്രൂഷകളും മറ്റു വിവരങ്ങളും പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഗാന്ധി ജയന്തി ദിനത്തിൽ ചങ്ങനാശ്ശേരി നഗരസഭ സംഘടിപ്പിച്ച മെഗാ ക്ലീൻ ഡ്രൈവ് ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെയും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെയും ഭാഗമായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന അഞ്ചുവിളക്കും അതിന്റെ പരിസര പ്രദേശങ്ങളും സമീപത്തുള്ള ജലാശയത്തിലുമാണ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള 2ാം ഘട്ട പ്രവർത്തനം ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരിപാടികൾ വരുന്ന 6 മാസം കൊണ്ട് നിരവധിയായ പരിപാടികൾ, കർമ്മ പദ്ധതികൾ സർക്കാർ നിർദ്ദേശിച്ച് നമുക്ക് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരം മാലിന്യമുക്ത നഗരമാക്കി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഒരു വലിയ മനുഷ്യച്ചങ്ങല കെട്ടിപ്പടുത്തു. നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മസേനയും നമ്മുടെ തൊഴിലുറപ്പുകാരും എല്ലാവരും ഒന്നായി നിന്നുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ ചങ്ങല വളരെ വിജയകരമായി നമുക്ക് നടത്താൻ കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ, ഭാവിയിലെ വാഗ്ദാനങ്ങളായ നമ്മുടെ കുട്ടികൾ വ്യക്തി ശുചിത്വം പാലിക്കുന്നത് പോലെ തന്നെ പരിസര ശുചിത്വവും പാലിക്കുവാൻ വേണ്ടി ഉള്ള മനോഭാവത്തേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസമ്മ ജോബ്, കൗൺസിലർമാരായ ബീന ജോബി, മുരുകൻ, കുഞ്ഞുമോൾ സാബു, സന്തോഷ് ആന്റണി, ക്ലീൻ സിറ്റി മാനേജർ M. മനോജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ C. സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. 350-ലധികം ആളുകൾ പങ്കെടുത്ത മെഗാ ക്ലീനിംഗ് ഡ്രൈവിൽ NSS ഹിന്ദു കോളേജിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് അംഗങ്ങൾ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വച്ഛതാ ഹി സേവ പദ്ധതിയുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ ചങ്ങനാശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായി. KSRTC ബസ് സ്റ്റാൻഡും ബസ്സുകളും വൃത്തിയാക്കിയായിരുന്നു വിദ്യാർത്ഥിനികളുടെ മാതൃകാ പ്രവർത്തനം.
സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെയും ഗൈഡ്സിന്റെയും നേതൃത്വത്തിലായിരുന്നു വിവിധങ്ങളായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ലഹരി വിരുദ്ധ സന്ദേശ റാലി നടത്തിക്കൊണ്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി വിദ്യാർത്ഥിനികൾ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. തുടർന്ന് ബസ് സ്റ്റാൻഡും നിരവധി ബസ്സുകളും വിദ്യാർത്ഥിനികൾ വൃത്തിയാക്കി. വൃത്തിയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയൂവെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ് CMC അഭിപ്രായപ്പെട്ടു. ഗാന്ധി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥിനികൾ തങ്ങളുടെ സ്കൂളിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥാപനമായ KSRTC ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഇവിടുത്തെ ബസ്സുകളും ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. ശുചിത്വ കേരളം വഴി മാത്രമേ രാജ്യത്തിൻ്റെ വളർച്ച സാധ്യമാകൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ കുഞ്ഞുങ്ങൾ വളരെ അധികം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാവി തലമുറയുടെ വളർച്ചയ്ക്ക് വേണ്ടി തങ്ങളാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കൂടിയുള്ള ഒരു അവസരം കൂടി അവർക്ക് ഇതുവഴി പ്രദാനം ചെയ്യുകയാണ്. വൃത്തിയുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ എല്ലായ്പ്പോഴും വളർച്ച സാധ്യമാകൂ. രോഗമില്ലാത്ത ശരീരത്തിലാണ് ആരോഗ്യമുള്ളത്. അവർക്ക് മാത്രമേ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിനും പൊതുജനങ്ങൾക്കും ഒരു ബോധവൽക്കരണം കൊടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. NSS പ്രോഗ്രാം ഓഫീസർ ലിൻസി തോമസ്, ഗൈഡ്സ് ക്യാപ്റ്റൻ ജിജി തോമസ്, NSS വോളണ്ടിയർമാരായ ജെഫി ജോസഫ്, ഏഞ്ചൽ സേവ്യർ, ഗൈഡ്സ് അൽന ട്രീസ ജോസഫ്, അൽഫോൻസ് സോയി തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത കേരളം ജനകീയ ക്യാമ്പയിന്റെ നെടുമുടി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പടിക്കൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് വല്യാക്കൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെയുള്ള റോഡിന്റെ ഇരുവശവും മാലിന്യമുക്തമാക്കി പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് അംഗങ്ങളായ NS കുഞ്ഞുമോൻ, സ്മിത രാജേഷ്, PK വിനോദ്, അമ്മിണി ചാക്കോ, ബീന ജോപ്പൻ, സോഫിയാമ്മ മാത്യു, പഞ്ചായത്ത് സെക്രട്ടറി ബിജു, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ ഇടങ്ങളിൽ നടന്ന പരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. ഗാന്ധിയനായ കുന്നങ്കരി കരുമാലിയിൽ AK സോമനാഥന്റെ വസതിയിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമ ജയന്തി ദിനത്തിൽ അനാച്ഛാദനം ചെയ്തു. വിവിധ പ്രദേശങ്ങളിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും നിരവധി പേർ പങ്കാളികളായി. ദൃശ്യങ്ങളിലേക്ക്. ഗാന്ധി ജയന്തി ദിനത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് നാടെങ്ങും സംഘടിപ്പിച്ചിരുന്നത്. ജയന്തി ദിനത്തിൽ ഗാന്ധിയനായ കുന്നങ്കരി കരുമാലിയിൽ AK സോമനാഥന്റെ വസതിയിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമ കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CV രാജീവ് അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ AK സോമനാഥൻ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് നേതാവ് നൈനാൻ തോമസ്, ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് KP സുകുമാരൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് G സൂരജ്, അലക്സാണ്ടർ വാഴയിൽ എന്നിവർ സംസാരിച്ചു. മാന്നാർ കുരട്ടിക്കാട് 6ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പുഷ്പാർച്ചനയ്ക്കും പുനരർപ്പണ പ്രതിജ്ഞയ്ക്കും ഹരികുമാർ ആര്യമംഗലം നേതൃത്വം നൽകി. വർഗീയതയ്ക്കും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഗാന്ധിയൻ മാർഗത്തിലൂടെയുള്ള സമര സന്ദേശ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മേഖലാ കമ്മിറ്റിക്ക് രൂപം നൽകി. രാജേന്ദ്രൻ ഏനാത്ത്, നിസാർ കുരട്ടിക്കാട്, മോഹൻ G, മുരളി ഈരാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാന്നാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മധുര പലഹാരവും കുടിവെള്ളവും വിതരണം ചെയ്തു. ബുധനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കൊപ്പം യൂണിറ്റ് പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മാന്നാർ യൂണിറ്റ് പ്രസിഡന്റ് PJ സാമുവൽ, സെക്രട്ടറി ജോർജ് ഫിലിപ്പ്, ട്രഷറർ മഹേഷ് M, PTA പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, പ്രിൻസിപ്പൽ സ്മിത TS എന്നിവർ നേതൃത്വം നൽകി. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി വാർഡ് മെമ്പർ സുഭാഷ് പറമ്പിശ്ശേരിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. റേഷൻ കടയിലേക്കുള്ള റോഡിന്റെ വശങ്ങളിൽ കാടുകയറിയ ഭാഗവും കിടങ്ങറ വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരവും വൃത്തിയാക്കി. വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. എടത്വ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധി ജയന്തി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ 9-ന് ഗാന്ധി പ്രതിമയിൽ പ്രസിഡന്റ് ഐസക് എഡ്വേർഡിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. രക്ഷാധികാരി ജോജി കരിക്കമ്പള്ളിൽ, ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V ഇടിക്കുള,
വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഐസക് രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് എടത്വ ടൗൺ ലയൺസ് ക്ലബ്ബ് കുടിവെള്ളം വിതരണം ചെയ്തു. എടത്വ ടൗണിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയ വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമാണ് കുടിവെള്ളം വിതരണം ചെയ്തത്. ഗാന്ധി ജയന്തി ദിനാചരണം എടത്വ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ, കെ ജയചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ ബിഗിൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നീരേറ്റുപുറം ടാക്സി സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. ശുചീകരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് ശുചിത്വ സന്ദേശം നൽകി. ക്ലബ് പ്രസിഡന്റ് വിഷ്ണു സി ജി, സെക്രട്ടറി വിദ്യ, ട്രഷറർ സ്വാതി, ക്ലബ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഗാന്ധി ജയന്തി ദിനത്തിൽ ചങ്ങനാശ്ശേരിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ അനുസ്മരണ ചടങ്ങുകൾ നടത്തി. ബ്ലോക്ക് കമ്മിറ്റികളുടെയും INTUCയുടെയും നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. കോൺഗ്രസ് ചങ്ങനാശ്ശേരി വെസ്റ്റ് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാചരണം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കോയിപ്പുറം അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി PH നാസർ, KPCC അംഗം PP തോമസ്, നേതാക്കളായ PN നൌഷാദ്, ജോമി ജോസഫ്, അംബിക വിജയൻ, ജോബ് വിരുത്തിഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗാന്ധി ജയന്തി ദിനാചരണം KPCC അംഗം PP തോമസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് അക്കര അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ്, നേതാക്കളായ ശ്യാം സാംസൺ, MA സജാദ് തുടങ്ങിയവർ സംസാരിച്ചു. INTUC ചങ്ങനാശ്ശേരി വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മധുമൂല ജംഗ്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു ഗാന്ധി ജയന്തി ദിനാചരണം. നേതാക്കളായ PP തോമസ്, PV ജോർജ്, ജോ വിരുത്തിഗിരി, KV മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. തലവടി ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം നടന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് വോളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ബയോ ബിന്നുകളുടെ വിതരണ ഉദ്ഘാടനം, പഞ്ചായത്തിലെ വിവിധ തോടുകളുടെ ശുചീകരണത്തിന്റെയും തെരുവുകളുടെ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം എന്നിവയാണ് ബുധനാഴ്ച നടന്നത്. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ, അതേപോലെ ഹരിത കേരള മിഷൻ, ഹരിത കേരള പ്രവർത്തനങ്ങളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ, ഇവയെല്ലാവരും കൂടി ഈ ശുചിത്വത്തെ പറ്റി ഏറ്റവും കൂടുതൽ നമ്മെ പഠിപ്പിച്ച ഗാന്ധിജിയുടെ ജന്മദിനം നമ്മൾ ഇന്ന് ശുചിത്വ ദിനമായിട്ട് കൊണ്ടാടുമ്പോൾ നമുക്കും അതിന്റെ പങ്ക് വഹിക്കുമ്പോഴാണ് ഈ ദിനം ഏറ്റവും സുന്ദരമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എനിക്കതുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നമുക്കും ഗാന്ധിജി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ ബക്കറ്റും ചൂലുമായി എടുത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രദേശങ്ങളും, നമ്മുടെ വീട് തുടങ്ങി, നമ്മുടെ സ്ഥാപനങ്ങൾ തുടങ്ങി, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ശുചിത്വത്തിലേക്ക് പോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനവും വോളണ്ടിയേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടൊപ്പം നടത്തി. ചടങ്ങിൽ തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ കൊച്ചുമോൾ ഉത്തമൻ, സുജിമോൾ സന്തോഷ്, ബിന്ദു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജിത് കുമാർ പിഷാരത്ത്, അഡ്വക്കേറ്റ് മെറിൻ ആൻ മാത്യു, ആനി ഈപ്പൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് CDS ബാലസദസ്സിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം 6ാം വാർഡിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി ബാലസദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസവും അവർക്ക് അറിവ് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനതലമാണിത്. ഇവർക്ക് വേണ്ടുന്ന പ്രത്യേകം ക്ലാസ്സുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനിവിടെ പ്രത്യേകം ക്ലാസ് ലഭിച്ചിട്ടുള്ള RPമാരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ അന്തരീക്ഷമാണ്. കുടുംബ അന്തരീക്ഷത്തിൽ അച്ഛനും അമ്മയും കുടുംബക്കാരും കൂടെ ഒത്തുചേർന്ന് അവരെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, അവിടെയാണ് അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ ചെറുപ്പം തൊട്ട് വീട്ടിൽ നിന്ന് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർ പുറത്തേക്ക് പോകുമ്പോഴും നമ്മളെ അനുസരിച്ചെങ്കിൽ, നമ്മുടെ അച്ഛനെയും അമ്മയും രക്ഷകർത്താക്കളെയും നമ്മുടെ സഹോദരങ്ങളെയൊക്കെ അനുസരിച്ചെങ്കിൽ മാത്രമേ പുറത്ത് ചെല്ലുമ്പോൾ മറ്റൊരാളെ അവരെ അനുസരിക്കാൻ. ചടങ്ങിൽ ബാലവേദി അംഗം
നഫ്സിന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ സലിം പടിപ്പുരയ്ക്കൽ, സുജാത മനോഹരൻ, സജു തോമസ്, CDS ചെയർപേഴ്സൺ ഗീത ഹരിദാസ്, കമ്മ്യൂണിറ്റി കൗൺസിലർ പ്രജിത, ബാലവേദി കോർഡിനേറ്റർ ലേഖന, CDS, ADS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരി എന്ന മാരക വിപത്തിനെതിരെ പുളുങ്കുന്ന് ബ്രൈറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. ഗാന്ധി ജയന്തി ദിനത്തിൽ കണ്ണാടി പടിഞ്ഞാറേമഠം ക്ഷേത്ര ഹാളിലായിരുന്നു പരിപാടി. ഉച്ചകഴിഞ്ഞ് 3-ന് പുളിങ്കുന്ന് SHO യേശുദാസൻ ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഞാനിത് പല ആളുകളോട് ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലെ ഉള്ള ക്യാമ്പയിനുകൾ വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണ്. ഞാനിത് മുൻപ് എറണാകുളം ജില്ല മുനമ്പം പോലീസ് സ്റ്റേഷനിലും ഞാറക്കൽ പോലീസ് സ്റ്റേഷനിലും ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ മുനമ്പം പോലീസ് സ്റ്റേഷനിൽ 36 വാർഡുകളുണ്ടായിരുന്നു. ഈ 36 വാർഡുകളിലും ഞാൻ എല്ലാ ദിവസവും ഓരോ വാർഡുകളിലും വൈകുന്നേരം 7 മണി മുതൽ ആ വാർഡിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അവിടുത്തെ നാട്ടുകാരുമായി ചേർന്ന് ഒരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ഒരു പ്രയാണം ഞങ്ങൾ നടത്തും. 36 ദിവസം നീണ്ടുന്നു ഓരോ ദിവസവും. അതിനകത്ത് ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ പഞ്ചായത്തിലെ വാർഡ് മെമ്പറും എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒന്നിച്ചുകൊണ്ട് ആ ഒരു ഞങ്ങൾ നടത്തിയ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ എല്ലാവരും പങ്കെടുക്കുകയും അത് വളരെ വിജയകരമാവുകയും ചെയ്തു. ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പ്രസംഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഇട്ടത് കൊണ്ടോ ഇതിന് വലിയ ഗുണം വല്ലതും ഉണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ വലിയൊരു മാറ്റമാണ്. കാരണം ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയാണ് പോലീസ് എന്ന് പറയുന്നത്. പോലീസും എക്സൈസുമാണ് പ്രധാനപ്പെട്ടതായിട്ട് ഈ ഉദ്ഘാടന യോഗത്തിൽ ബ്രൈറ്റ് അക്കാദമി പ്രസിഡന്റ് പ്രസാദ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ജോസ് തോമസ്, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരായ അലക്സ് മാത്യു, രാധാകൃഷ്ണൻ മങ്ങാട്, ചന്ദ്രൻ മുറിപ്പുരയ്ക്കൽ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി ഉപയോഗത്തിലെ ദുരന്ത വഴികൾ എന്ന വിഷയത്തിൽ SHO യേശുദാസൻ ക്ലാസ് നയിച്ചു. കുട്ടനാട് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന 5ാമത് ശ്രീനാരായണ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ആനപ്രമ്പാൽ ജലോത്സവത്തിൽ വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ റെന്നി കൊടുവാശ്ശേരിയിൽ ക്യാപ്റ്റനായ മണലി ജേതാവായി. കൊച്ചമ്മനം പൂന്തുരുത്തി ബോട്ട് ക്ലബിന്റെ അദ്വൈത് കൊല്ലശ്ശേരി ക്യാപ്റ്റനായ ഷോട്ട് പുളിക്കത്തറയ്ക്കാണ് 2ാം സ്ഥാനം. മത്സര വള്ളംകളിയിൽ ആനപ്രമ്പാൽ ബോട്ട് തുഴഞ്ഞ അമ്പലക്കടവൻ 3ാം സ്ഥാനം കരസ്ഥമാക്കി. വെപ്പ് B ഗ്രേഡ് വിഭാഗത്തിൽ MBC മേൽപ്പാടം ക്ലബ്ബ് തുഴഞ്ഞ ഷീന റേച്ചൽ ക്യാപ്റ്റനായുള്ള ചിറമേൽ തോട്ടുകടവൻ ജേതാവായി. KBC ചമ്പക്കുളം തുഴഞ്ഞ രഞ്ജു വർഗീസ് ക്യാപ്റ്റനായ എബ്രഹാം 3 തൈക്കൽ 2ാം സ്ഥാനവും നേടി. ഓടി വിഭാഗത്തിൽ കുറുപ്പ് പറമ്പൻ 1ാം സ്ഥാനവും ഡാനിയൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ജലോത്സവത്തിന് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായരും ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിനു ഐസക് രാജുവും ചേർന്ന് നിർവഹിച്ചു. മനോജ് തുണ്ടിയിൽ വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലോത്സവ സമിതി ചെയർമാൻ ബിജു പറമ്പുങ്കൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ജലോത്സവ സമിതി ട്രഷറർ തോമസ് കുട്ടി ചാലുങ്കൽ മാസ്റ്ററിൽ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ യുവ വ്യവസായി പ്രിനു ശാന്തപ്പനെയും യുവ കർഷക അവാർഡ് ജേതാവ് പീയൂഷ് P പ്രസന്നനെയും ആദരിച്ചു. ജനപ്രതിനിധികളായ സുജി സന്തോഷ്, അജിത് കുമാർ പിഷാരത്, ജോജി വൈലപ്പള്ളി, ബിനു സുരേഷ്, പ്രിയ അരുൺ, വിനോദ് മത്തായി എന്നിവർ സംസാരിച്ചു. എടത്വ SI രാജേഷ് സമ്മാനദാനം നിർവഹിച്ചു. ആരോഗ്യ ശാസ്ത്ര സർവകലാശാല യുവജനോത്സവത്തിൽ ആതിഥേയരായ ആലപ്പുഴ വണ്ടാനം ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിന് കലാകിരീടം. ആകെയുള്ള 90 ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 191 പോയിന്റ് നേടിയാണ് ഗവൺമെന്റ് TDMC കലാകിരീടം ചൂടിയത്. 183 പോയിന്റ് നേടി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കി.
TDMCയും തിരുവനന്തപുരവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വേദികളിൽ കാഴ്ചവെച്ചത്. 164 പോയിന്റ് നേടി കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 3ാം സ്ഥാനവും നേടി. കലാപ്രതിഭയായി കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ അർജുൻ S. പത്മൻ 13 പോയിന്റോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. കലാതിലകമായി തിരുവനന്തപുരം SUT മെഡിക്കൽ കോളേജിലെ B. ശ്രദ്ധ 16 പോയിന്റോടെ തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ദീപലക്ഷ്മിയാണ് സർഗപ്രതിഭ. ചിത്രപ്രതിഭയായി തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ P. അഖിലയും തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി നാദലയ വിന്യാസങ്ങളുടെയും നൃത്തച്ചുവടുകളുടെയും ഇശലുകളുടെയും കേളിക്കൊട്ടായിരുന്നു TDMC ക്യാമ്പസിലെ 10 വേദികളിലായി നിറഞ്ഞത്. ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിലെ മെഡിക്കൽ, ആയുർവേദ, ഹോമിയോ, ദന്തൽ, നഴ്സിംഗ് തുടങ്ങി 64 കലാലയങ്ങളിലെ 2000-ലധികം വിദ്യാർത്ഥികളാണ് കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല യൂണിയന്റെ കലിക എന്ന പേരിൽ നടത്തിയ സൗത്ത് സോൺ യുവജനോത്സവത്തിൽ പങ്കാളികളായത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30 മത്സര ഇനങ്ങൾ പൂർത്തിയായതിനു ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ H. സലാം MLA കലാകിരീടങ്ങൾ സമ്മാനിച്ചു. എടത്വ പച്ച ചെക്കിടിക്കാട് ലൂർദ് മാത ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി റിലീസ് ചെയ്ത ഹ്രസ്വചിത്രം പലായനത്തിന് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ബെസ്റ്റ് ഇന്നവേറ്റീവ് അവാർഡ്. തൊഴിൽ തേടി നമ്മുടെ യുവജനങ്ങൾ വിദേശത്തേക്ക് കുടിയേറുന്നതും തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളുടെയും കഥ പറയുന്ന ചിത്രമാണ് പലായനം. സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ചേർന്ന് അഭിനയിച്ച ചിത്രമാണ് പലായനം. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ജെയിംസ് പാലക്കലിൽ നിന്നും പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചിരമ്പേലിൽ അവാർഡ് ഏറ്റുവാങ്ങി. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗയിൽ, ഫിലിമിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച വേണു നൈമിഷിക, PTA പ്രസിഡന്റ് സിനു P. വർഗീസ്, അധ്യാപികയും കേന്ദ്ര കഥാപാത്രവുമായിരുന്ന ഷൈന മോൾ, അധ്യാപിക ടില്ലി വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.